ഭക്തജനങ്ങളുടെ മന്ത്രോച്ചാരണവും വായ്ത്താരികളും മാത്രമല്ല, ചുറ്റുമുള്ള എല്ലാ ശബ്ദങ്ങളും നിലയ്ക്കുന്ന നിമിഷം, അതെ, ഉച്ചസ്ഥായിയിൽ കേട്ടുകൊണ്ടിരുന്ന ചെണ്ടവാദ്യവും അമ്മയുടെ ഇഷ്ടവാദ്യമായിരുന്ന കരടിവാദ്യവും എല്ലാം നിശ്ചലമാകുന്നു. എന്തിന്, സഹവാദ്യമാരും ഭക്തജനങ്ങളും കാഴ്ചക്കാരും ഉദ്യോഗസ്ഥരും എല്ലാം നിശബ്ദരാകും. മൂത്തവാത്തി അമ്മച്ചിയുടെ നേരെ നിവർത്തിപ്പിടിച്ച നാക്കിലയിൽ ഓടം വെച്ച് അതിൽ നിന്ന് ചാർത്തുപൊടി എടുത്ത് കൈ ഉയർത്തുമ്പോഴാണ് ദേവീ പരിസരമാകെ നിശബ്ദ പരിസരമാകുന്നത്. എത്ര വലിയ ശക്തിയാണെങ്കിലും ചില നീചാവസ്ഥകളുണ്ടാകും. അമ്മയ്ക്ക് വസൂരി രോഗം ബാധിച്ചപ്പോൾ അത് ശമിപ്പിക്കാൻ വേണ്ടിയാണ് മഞ്ഞളും അരിയും ചേർത്ത പൊടി അമ്മയുടെ മുഖത്തേക്ക് ചാർത്തുന്നത്. ഇവിടെ ഈ രൗദ്രഭദ്രയ്ക്ക്, അതായത് ഈ വെള്ളായണി അമ്മയ്ക്ക് ചെയ്യുന്ന ക്രിയകളെല്ലാം, പൂജാക്രിയകളെല്ലാം തന്നെ കൗളാചാര പ്രകാരമുള്ള താന്ത്രിക വിദ്യകളാണ്. പക്ഷേ ഒരേ ഒരു മന്ത്രം മാത്രമുണ്ട്, അത് ഉച്ചത്തിൽ ചൊല്ലും. ഭക്തജനങ്ങളെ സാക്ഷി നിർത്തി പ്രധാനവാത്തി ഉച്ചത്തിൽ ചെല്ലുന്ന ഈ മന്ത്രത്തെയാണ് ചാർത്തുപൊടി മന്ത്രം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ചാർത്തുപൊടി മന്ത്രം ഉച്ചത്തിൽ ചൊല്ലുന്നതെന്നറിയാമോ? അതേക്കുറിച്ച് നാളെ.